BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഹൈക്കോടതി അഭിഭാഷക നിയമനങ്ങളിൽ കോൺഗ്രസിൽ കടുത്ത അതിർത്തിയുള്ളതായി പരാതി. മുഖ്യമന്ത്രി ഏകപക്ഷീയമായ നിയമനങ്ങൾ നടത്തിയെന്ന പരാതിയാണ് ഉയരുന്നത്. ഹൈക്കോടതി അഭിഭാഷക നിയമനങ്ങൾ മന്ത്രിമാർ അറിയാതെയാണെന്നും വിമർശനമുണ്ട്. അഭിഭാഷക നിയമനം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഹൈക്കോടതി അഭിഭാഷക നിയമനങ്ങളിൽ അനഭിമിതർ കടന്നുകൂടിയതായും ആരോപണമുണ്ട്. ദേവസ്വം പ്ലീഡറുടെ നിയമനം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചാണ് വിമർശനം ഉയർന്നിട്ടുള്ളത്. വിഷയത്തിൽ നേതാക്കൾ നേതൃത്വത്തെ അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അഭിഭാഷക നിയമനത്തിൽ പരാതിയുമായി ലോയേഴ്സ് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടിയുമായി ബന്ധമില്ലാത്തവരെ നിയമിക്കുന്നതായി KPCC അധ്യക്ഷന ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പരാതി നൽകി. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ PK അബ്ദുറഹിമാനാണ് പരാതി നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് അഭിഭാഷകർക്ക് പരിഗണന നൽകുന്നില്ലെന്നാണ് പരാതി നൽകിയിട്ടുള്ളത്. വ്യക്തിപരമായ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങളെന്നും പരാതിയുണ്ട്. ലോയേഴ്സ് കോൺഗ്രസിലെ അംഗങ്ങളെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട്. ലീഗ് പട്ടികയിൽ നിന്നും പരിഗണിച്ചത് 8 പ്ലീഡർമാരെ മാത്രമാണെന്നാണ് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. ആകെ 136 ഒഴിവുകളിൽ ഇതുവരെ നിയമിച്ചത് 80 പേരെ മാത്രമാണ്. ലീഗിന് കൂടുതൽ പരിഗണന വേണമെന്ന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി നേരിട്ടാണ് നിയമനം നടത്തുന്നത്. ലീഗിന്റെ പട്ടികയിൽ മെറിറ്റുള്ളവർ പോലും പരിഗണിക്കപ്പെടുന്നില്ലെന്നാണ് ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. 22 MLA-മാരും 5 മന്ത്രിമാരും ഉണ്ടെങ്കിലും 8 പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ സർക്കാർ 136 പേരെ നിയമിച്ച സ്ഥാനത്ത് പുതിയ സർക്കാരിന് അതിൽ വർധനവ് വരുത്താനും കഴിയും. ഇതിന്റെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിതനായ KB പ്രദീപ് കുമാർ രാജിവെച്ചു. KB പ്രദീപിനോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെടുകയായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചത് വിവാദമായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പ്രദീപിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പോലും പരിഗണിക്കാതെയാണ് നിയമനമെന്ന വിമർശനവും ഉയർന്നിരുന്നു. തീരുമാനം മുഖ്യമന്ത്രി VD സതീശൻ്റെതാണെന്നും മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണെന്നും K മുരളീധരൻ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. താൻ വിഷയത്തിൽ ഇടപെടലെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്നും K മുരളീധരൻ പറഞ്ഞിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ സർക്കാർ പ്ലീഡറായി നിയമിച്ചതിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ആശങ്ക അറിയിച്ചിരുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയാണ് SIT ആശങ്ക അറിയിച്ചത്. അന്വേഷണ വിവരങ്ങൾ പ്രതികൾക്ക് ചോരുമെന്നാണ് SIT ചൂണ്ടിക്കാണിച്ചിരുന്നത്. നിർണായക രേഖകൾ കൈമാറുന്നതിലെ ആശങ്കയും SIT പ്രകടിപ്പിച്ചിരുന്നു. സർക്കാരിനോട് ആശങ്ക പങ്കുവയ്ക്കുന്നതിൽ SITക്ക് സാങ്കേതിക തടസ്സമുണ്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചേക്കുമെന്നും വിവരമുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.